ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇറിഗേഷൻ ഷെഡ്യൂളിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ഇറിഗേഷനെ കുറിച്ചൊരു ജനറൽ ഇൻട്രൊഡക്ഷനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടോപ്പിക്സും ഒക്കെ ആയിരുന്നു പഠിച്ചത് അല്ലേ. ഇമ്പോർട്ടൻസ് ഓഫ് ഇറിഗേഷൻ ഇൻ ക്രോപ്പ് പ്രൊഡക്ഷൻ. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ നിങ്ങൾ സെമിനാർ എടുത്തു. ഏതൊക്കെ മെത്തേഡ്സിലാണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് പഠിക്കണം. പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു മെയിൻ സോഴ്സിൽ നിന്നും നമ്മുടെ ഫീൽഡിലേക്ക് വാട്ടർ എത്തുന്നത്, അതാണ് കൺവെയൻസ് ഓഫ് ഇറിഗേഷൻ. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. നാലാമത്തെ ചാപ്റ്റർ ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിനെ കുറിച്ചാണ്. അപ്പം എപ്പോഴാണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തേതിൽ എന്താണ് ഇറിഗേഷൻ എന്ന് പഠിച്ചു. രണ്ടാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് ഇറിഗേഷൻ ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൽ എങ്ങനെയാണ് നമ്മുടെ ഫീൽഡിലേക്ക് വെള്ളം എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. നാലാമത്തേതിന് എപ്പോഴാണ് നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ഫീൽഡ് നമ്മൾ എപ്പോഴൊക്കെ ഇറിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ടൈം ഓഫ് ഇറിഗേഷൻ, ഇറിഗേറ്റ് ചെയ്യേണ്ട സമയം എപ്പോഴാണ് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും. നെക്സ്റ്റ്, ഓരോ ക്രോപ്പിൻ്റെയും ഏതൊക്കെ സ്റ്റേജസിലാണ് ഇറിഗേഷൻ കൂടുതൽ കൊടുക്കേണ്ടത്, എന്താണ് ഫിസിയോളജിക്കൽ സ്റ്റേജസ് ഓഫ് ദി ക്രോപ്പ്. മൂന്നാമത്തേത് സോയിൽ മോയ്സ്ചർ സ്റ്റാറ്റസ്. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു. എങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡ്സിലാണ് നമ്മൾ സോയിൽ മോയ്സ്ചർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി സോയിൽ വാട്ടർ ടെൻഷൻ നമ്മൾ ടെൻഷ്യോമീറ്റർ വെച്ചിട്ട് അളക്കുന്ന കാര്യങ്ങളും ഒക്കെ സോയിൽ വാട്ടർ ടെൻഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇവാപ്പോ ട്രാൻസ്പിറേഷൻ നമുക്കൊരു സിംഗിൾ ടോപ്പിക് തന്നെ ഉണ്ടായിരുന്നു, ഇവാപ്പോ ട്രാൻസ്പിറേഷനെ കുറിച്ച്. അപ്പം ചില ടോപ്പിക്സ് റെപ്പറ്റീഷനായിട്ട് വരുന്നുണ്ട്, അത് ഞാൻ സ്കിപ്പ് ചെയ്യും. അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിച്ചോണം. ഓൾറെഡി പഠിപ്പിച്ച ടോപ്പിക്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇറിഗേഷൻ ഷെഡ്യൂളിംഗ്. എന്താണ് ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? Irrigation scheduling is defined as the frequency with which water is to be applied based on the needs of crop and nature of the soil. അപ്പം എത്ര ഫ്രീക്വൻസിയിലാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത്, അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇടവിട്ട് കൊടുക്കണോ, അതോ രാവിലെ കൊടുത്ത് പിന്നെ വൈകുന്നേരം കൊടുത്താൽ മതിയോ, അത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വെള്ളം എപ്പോഴൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അപ്ലൈഡ് ബേസ്ഡ് ഓൺ ദി നീഡ്സ് ഓഫ് ദി ക്രോപ്പ്. ഓരോ ക്രോപ്പിൻ്റെയും ആവശ്യം അനുസരിച്ചും അതുപോലെ തന്നെ മണ്ണിൻ്റെ നേച്ചർ അനുസരിച്ചുമാണ് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിന് നമ്മൾ രണ്ട് ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് നീഡ്സ് ഓഫ് ദി ക്രോപ്പ്, നമ്മൾ വളർത്തുന്ന ക്രോപ്പിൻ്റെ നീഡ്, ആൻഡ് ദ നേച്ചർ ഓഫ് ദ സോയിൽ. Irrigation scheduling is nothing but number of irrigations and their frequency required to meet the crop water requirement. It is the number of irrigations and their frequency. എത്ര വട്ടം നമ്മൾ ഒരു ദിവസം എടുത്താൽ എത്ര തവണ നമ്മൾ ഇറിഗേറ്റ് ചെയ്യണം, അതാണ് നമ്പർ ഓഫ് ഇറിഗേഷൻ ആൻഡ് ദെയർ ഫ്രീക്വൻസി. അതായത് രണ്ട് ഇറിഗേഷൻ തമ്മിലുള്ള സമയത്തിൻ്റെ വ്യത്യാസം. റിക്വയർഡ് ടു മീറ്റ് ദ ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്. Irrigation scheduling may be defined as the scientific management technique of allocating irrigation water based on the individual crop water requirement under different soil and climatic condition with an aim to achieve maximum crop production per unit of water applied over an unit of area in unit. അപ്പം ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിന് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ഇത് ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചു വെച്ചിരിക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി, നമ്മൾ അതിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു സയൻറ്റിഫിക് ബേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക് ഓഫ് അലോക്കേറ്റിംഗ് വാട്ടർ ബേസ്ഡ് ഓൺ ദി ഇൻഡിവിജ്വൽ ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്. ഓരോ ക്രോപ്പിൻ്റെയും അല്ല ഓരോ പ്ലാന്റിൻ്റെയും വാട്ടർ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ആ പ്ലാന്റിന് വെള്ളം കൊടുക്കുന്ന എത്ര അളവ് വെള്ളം കൊടുക്കുന്നു അത് അലോക്കേറ്റ് ചെയ്യുന്ന സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. അണ്ടർ ഡിഫറെൻറ്റ് സോയിൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ, നമ്മുടെ
ആ സ്ഥലത്തെ സോയിലിൻ്റെയും ക്ലൈമാറ്റിക് കണ്ടീഷനും അനുസരിച്ച്. വിത്ത് ആൻ എയിം ടു അച്ചീവ്, എന്തിനാണ് നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എയിം ടു അച്ചീവ് ദ മാക്സിമം ക്രോപ്പ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഓഫ് വാട്ടർ അപ്ലൈഡ്. ഒരു യൂണിറ്റ് വെള്ളത്തിൽ നിന്നും നമുക്ക് മാക്സിമം ഈൽഡ് കിട്ടണം, ആ ക്രോപ്പിൽ നിന്നും കിട്ടാവുന്ന മാക്സിമം ഈൽഡ് കിട്ടണം ഓവർ എ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ അതാണ് ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ scientific management technique of allocating irrigation water based on the individual crop water requirement under different soil and climatic condition with an aim to achieve maximum crop production per unit of water applied over an unit area in unit time. Okay. Based on the above definition, ഈ പറഞ്ഞിരിക്കുന്ന മുകളിലത്തെ ഡെഫിനിഷൻ വെച്ചിട്ട് the concept is made is that, എന്താണ് ആ അത്രയും വലിയ പാരഗ്രാഫ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇഫ് വി പ്രൊവൈഡ് ഇറിഗേഷൻ ഫെസിലിറ്റി ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി വിൽ ഗോ അപ്പ് ഓട്ടോമാറ്റിക്കലി. നമ്മൾ റെയിൻഫെഡ് അഗ്രികൾച്ചറിനെ, റെയിൻഫെഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതിനാണ് റെയിൻഫെഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെയിൻഫെഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റെയിൻഫെഡ് ക്രോപ്പിങ്ങിൽ മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതിനേക്കാളും പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും നമ്മളൊരു ഇറിഗേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ ഇറിഗേറ്റഡ് ഫാമിലെടുത്ത് എന്തായാലും കൂടുതൽ ആയിരിക്കും. കാരണം വെള്ളം കൊടുക്കുന്നതനുസരിച്ച് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ്ഡ് ആകും. ഓക്കെ, നെക്സ്റ്റ് എക്സസ് ഇറിഗേഷൻ. നമ്മൾ കൊടുക്കുന്ന വെള്ളം എന്താ പറയുക, കൂടാനും പാടില്ല കുറയാനും പാടില്ല, അല്ലേ? കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം, ചെടി വാടി കരിഞ്ഞു പോകും. ഇനി കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇറ്റ് വേസ്റ്റ് ദ വാട്ടർ ബിലോ ദ റൂട്ട് സോൺ, അല്ലേ? നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം അത് വേസ്റ്റ് ആക്കാൻ ഒരു കാരണവശാലും പാടുള്ളതല്ല. കാരണം വാട്ടർ ഇസ് എ സ്കേഴ്സ് റിസോഴ്സ്, അല്ലേ? അത് അതിൻ്റെ ഫ്രഷ് വാട്ടർ എന്ന് ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ, അല്ലേ? അപ്പം ഇത് നമ്മൾ എക്സസ് ഇറിഗേഷൻ കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടർ വേസ്റ്റ് ആയി പോകും ബിലോ ദ റൂട്ട്സ് ഓൺ. പ്ലാന്റിന് കിട്ടത്തില്ല, ആർക്കും ഒരു ഉപയോഗവും ഇല്ലാതെ വെള്ളം വേസ്റ്റ് ആയി പോകും. ഇറ്റ് റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ന്യൂട്രിയൻസ്. അപ്പോൾ നമ്മൾ എക്സസ് ഇറിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെടിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന മണ്ണിൽ വളം കൊടുക്കുമല്ലോ, ആ വളം എന്ത് ചെയ്യും, ഡ്രെയിൻ ഓഫ് ചെയ്ത് പോകും. അതിൻ്റെ അകത്തു നിന്നുള്ള ന്യൂട്രിയൻസ് ഈ വെള്ളത്തിൽ അലിഞ്ഞ് വെള്ളം റൂട്ട് സോണിൻ്റെ താഴെ പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ന്യൂട്രിയൻസും റൂട്ട് സോണിൻ്റെ താഴെ പോകും. അപ്പോൾ പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ സംഭവിക്കും. ഇറ്റ് കോസസ് വാട്ടർ സ്റ്റാഗ്നേഷൻ ആൻഡ് സലൈനിറ്റി. അപ്പോൾ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ സലൈനിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ ഈ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ മണ്ണിനൊക്കെ ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്, കാരണം കടലിനോട് അടുത്തുള്ളതുകൊണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ കോസസ് വാട്ടർ സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ വാട്ടർ ലോഗിങ് ചെടിക്ക് ഒട്ടും നല്ലതല്ല. കാരണം ചെടിയുടെ റൂട്ട്സിന് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല, എയർ പോർസ് എല്ലാം വെള്ളം കയറി നിറയും. അപ്പം ചെടിക്ക് റൂട്ട്സിന് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. ബ്രീത്തിങ് നടന്നില്ലെങ്കിൽ ചെടി വാടി കരിഞ്ഞു പോകും. ഇറ്റ് കോസസ് പുവർ എയറേഷൻ. അത് വാട്ടർ സ്റ്റാഗ്നേഷൻ സംഭവിക്കുമ്പോൾ എയറേഷൻ കുറയും. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഡാമേജസ് ദി ക്രോപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എക്സസ് ഇറിഗേഷൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് വർക്ക്. നമ്മൾ നേച്ചർ ഓഫ് വർക്ക് വെച്ചിട്ട് ഓരോരുത്തരുടെയും നേച്ചർ ഓഫ് അത്, ഇപ്പം ഇറിഗേഷൻ എഞ്ചിനീയേഴ്സ്, സോയിൽ സയൻറ്റിസ്റ്റ്, എഗ്രോണമിസ്റ്റ്, അങ്ങനെ പല കാറ്റഗറീസ് ഓഫ് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഈ ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് അവരുടേതായ ഒരു മീനിങ് ഉണ്ടാവും. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അനുസരിച്ചൊരു മീനിങ് ഉണ്ടാവും. അത് ഇപ്പം ഫോർ ഇറിഗേഷൻ എഞ്ചിനീയേഴ്സിൻ്റെ കേസസിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കവർ മോർ ഏരിയ വിത്ത് അവൈലബിൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ or to satisfy the whole command from head to tail reach in the canal ഓർ ദി റിവർ സിസ്റ്റം. അതിപ്പോൾ ഇറിഗേഷൻ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഉള്ള വെള്ളം കൊണ്ട് മാക്സിമം ഏരിയനെ ഇറിഗേറ്റ് ചെയ്യിക്കുക. അതാണ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ വെച്ചിട്ട് നമ്മൾ മാക്സിമം ഏരിയയുടെ
എന്താ പറയുക, ഇറിഗേഷൻ റിക്വയർമെൻറ്റ്, വാട്ടർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇറിഗേഷൻ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഫോർ സോയിൽ സയൻറ്റിസ്റ്റ് അവരുടെ കേസസിൽ വരുമ്പം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ഫീൽഡ് ഷുഡ് നോട്ട് ബി ഓവർ ഇറിഗേറ്റഡ് ഓർ അണ്ടർ ഇറിഗേറ്റഡ് ആസ് ബോത്ത് വിൽ സ്പോയിൽ ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ഓഫ് ദ സോയിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ വെള്ളം കൊടുക്കുമ്പം അത് ഓവർ ആവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? രണ്ട് കേസസിലാണെങ്കിലും ഇറ്റ് വിൽ സ്പോയിൽ ദി കെമിക്കൽ ആൻഡ് ദ ഫിസിക്കൽ ഇക്വിലിബ്രിയം ഓഫ് ദി സോയിൽ. ഇനി അഗ്രോണമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് ഹയർ ഈൽഡ് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ നോർമൽ സിറ്റുവേഷൻ. അവിടെ ഈൽഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു യൂണിറ്റ് വെള്ളത്തിൽ നിന്നും അതിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഈൽഡായിട്ട് മാറണം എന്നുള്ളതാണ് ഒരു അഗ്രോണമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറിഗേഷൻ ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. So it is very much important to get higher yield per unit quantity of water in normal situation and to protect the crop to get as much as possible yield under drought situation by means of supplying water in optimum ratio and minimizing the all field losses. ഇതാണ് അഗ്രോണമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എൻ അഗ്രോണമിസ്റ്റ് വാട്ട് ഈസ് ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് മീൻ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഇതും പഠിക്കണം. ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലെ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചു വെച്ചിരിക്കുക, പഠിക്കാൻ എളുപ്പം ഒരു ഡെഫിനേഷൻ പഠിച്ചു വെച്ചിരിക്കുക. അപ്പം ഇത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ് ഫോർ സോയിൽ സയൻറ്റിസ്റ്റ് വാട്ട് ഈസ് ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെ എഴുതണം. നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ്? നമ്മൾ ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബിഫോർ ഷെഡ്യൂളിംഗ് ഇറിഗേഷൻ ഇൻ എ ഫാം ഓർ ഫീൽഡ് ഓർ എ കമാൻഡ് ഏരിയ ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഷുഡ് ബി ടേക്കൺ കെയർ ഫോർ എഫിഷ്യൻറ്റ് ഷെഡ്യൂളിംഗ്. ചില ക്രൈറ്റീരിയാസ് നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കണം. ആദ്യത്തേത് ക്രോപ്പ് ഫാക്ടേഴ്സ്. ക്രോപ്പിൻ്റെ ചില ഫാക്ടേഴ്സ് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സെൻസിറ്റീവ്നെസ് ടു വാട്ടർ ഷോർട്ടേജ്. വെള്ളം ആ ക്രോപ്പിന് എത്രത്തോളം എന്താ പറയുക, നമ്മൾ ഒരു ദിവസം ഇറിഗേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇറിഗേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിന് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചില പ്ലാന്റ്സ് വെള്ളം കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ കരിഞ്ഞു പോകും, അപ്പം തന്നെ അങ്ങ് വാടി നിൽക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രോപ്പാണോ നമുക്കുള്ളത്? അപ്പോൾ ക്രോപ്പിൻ്റെ സെൻസിറ്റീവ്നെസ് ടു വാട്ടർ ഷോർട്ടേജ്. ദെൻ ക്രിട്ടിക്കൽ സ്റ്റേജസ് ഓഫ് ദ ക്രോപ്പ്. റൈസിൻ്റെ ആണെങ്കിലും പിന്നെ ടൊമാറ്റോയുടെ ആണെങ്കിലും അവർക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജസ് ഉണ്ടാവും. ആ ക്രിട്ടിക്കൽ സ്റ്റേജസിൽ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എപ്പോഴൊക്കെ വെള്ളം കൊടുത്തിട്ടും കാര്യമില്ല, നമ്മളുടെ ഈൽഡ് വളരെ കുറവായിരിക്കും, ഈൽഡിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ക്രോപ്പിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. റൂട്ടിംഗ് ഡെപ്ത്ത്, ആ ക്രോപ്പിൻ്റെ റൂട്ട് ഡെപ്ത്ത് എവിടെ വരെ പോകും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ടാപ്പ് റൂട്ട് സിസ്റ്റം ആണോ, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണോ, ടാപ്പ് റൂട്ട് ആണെങ്കിൽ ഷാലോ ആണോ, ഡീപ്പ് റൂട്ടഡ് ക്രോപ്പ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഇക്കണോമിക് വാല്യൂ ഓഫ് ദി ക്രോപ്പ്. ക്യാഷ് ക്രോപ്പാണോ അതോ സാധാരണ വെജിറ്റബിൾ ക്രോപ്പാണോ, എങ്ങനത്തെ ക്രോപ്പാണ് എന്നുള്ള കാര്യം എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നതിന് നമുക്ക് കോസ്റ്റ് ഉണ്ട്, ചില മുടക്ക് മുതലുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ഈൽഡിൽ നിന്നും തിരിച്ചു പിടിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ലാഭമുള്ളൂ. അപ്പോൾ ആ ക്രോപ്പിൻ്റെ ഇക്കണോമിക് വാല്യൂ അനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും ഇറിഗേഷൻ സിസ്റ്റം ചെയ്യാനായിട്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്രോപ്പ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി ഇനി കുറച്ച് ഫാക്ടേഴ്സ് കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. വാട്ട് ഈസ് ഇറിഗേഷൻ ഷെഡ്യൂളിംഗ്, ദെൻ വാട്ട് ഈസ് ദ ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പിന്നെ നമ്മൾ ഇപ്പോൾ പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ് ആണ് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.